രണ്ട് വൃക്കകളും തകരാറിലായ യുവതി ചികിത്സയ്ക്കായി സുമനസുകളുടെ സഹായം തേടുന്നു. ആലപ്പുഴ പള്ളിത്തോട് സ്വദേശിയായ 36-കാരി ഷീനയാണ് ഗുരുതരാവസ്ഥയിൽ ആലപ്പുഴ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിൽ കഴിയുന്നത്. നിർധന മത്സ്യത്തൊഴിലാളി കുടുംബമാണ് ഷീനയുടേത്. 36-കാരിയായ ഷീനയ്ക്ക് വാതരോഗങ്ങളായിരുന്നു ആദ്യം. ആരോഗ്യനില തകരാറിലായതോടെ ചികിത്സ തേടി. പരിശോധനയിൽ ഇരുവൃക്കകളും തകരാറിലായതായി കണ്ടെത്തി. ശ്വാസം മുട്ടൽ കൂടിയതോടെ 2 ആഴ്ചയായി ആലപ്പുഴ വണ്ടാനം മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. 6 വർഷമായി ഈ കിഡ്നിയുടെ കംപ്ലൈൻറ്റ്, ഒരു വാദത്തിൻ്റെ അസുഖ സംബന്ധമായിട്ടാണ് കിഡ്നിയുടെ കംപ്ലൈൻറ്റ് കണ്ടുപിടിച്ചത്. അതിനുശേഷം ട്രീറ്റ്മെൻറ്റിലായിരുന്നു. അവൾ ഡയാലിസിസിന് തയ്യാറല്ല, അവൾക്ക് ഭയമായിട്ട് അങ്ങനെ ആയിരുന്നു. ഇപ്പോൾ കഴിഞ്ഞ 2 ആഴ്ചയായി ഡയാലിസിസ് ആരംഭിച്ചിട്ട്. ഇനി 2 കിഡ്നിയും കംപ്ലൈൻ്റാണ്. കിഡ്നി മാറ്റി വെക്കണമെന്നാണ് പറയുന്നത്. ആലപ്പുഴ മെഡിക്കൽ കോളേജിലാണ്, മെഡിക്കൽ കോളേജിലാണ് ഇപ്പോൾ ഞാൻ നിൽക്കുന്നത്. മെഡിക്കൽ കോളേജിലാണ് ട്രീറ്റ്മെൻറ്റ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോഴവളും ഡയാലിസിസ്, ഇന്നലെയും ഡയാലിസിസ് ഉണ്ടായിരുന്നു. ഡെയിലി ഡയാലിസിസ് വേണമെന്നാണ് ഡോക്ടർ പറയുന്നത്. അതിനുള്ള ഒരു സാമ്പത്തിക സ്ഥിതി ഇപ്പോൾ ഇല്ല. ഗുരുതരാവസ്ഥയിലായതോടെ ഷീനയ്ക്ക് എഴുന്നേൽക്കാൻ പോലും കഴിയുന്നില്ല. എത്രയും പെട്ടെന്ന് വൃക്ക മാറ്റിവെക്കാനാണ് ഡോക്ടർമാർ നിർദ്ദേശിച്ചിട്ടുള്ളത്. ഇതിന് 30 ലക്ഷത്തോളം രൂപ ചെലവാകും. ഡെയിലി ഡയാലിസിസ് ചെയ്യാനായിട്ടുള്ള സാമ്പത്തികം തന്നെ ബുദ്ധിമുട്ടാണ്. അവർ പറയുന്നത് ഇപ്പോൾ ഒരു 3 മാസമെങ്കിലും കണ്ടിന്യൂട്ടായിട്ട് പ്രൈവറ്റിൽ ഡയാലിസിസ് ചെയ്യണമെന്നാണ് പറയുന്നത്. പ്രൈവറ്റിൽ ഡയാലിസിസ് ചെയ്താൽ ഗവൺമെൻറ്റിലേക്ക് വരാൻ ഒക്കുള്ളെന്ന് ഉള്ള ഒരു അഭിപ്രായമാണ്. പിന്നെ കിഡ്നി മാറ്റി വെക്കണം എന്നുള്ള ആ ഒരു സ്ഥിതിയിലാണ് ആയിരിക്കുന്നത്. കിഡ്നി മാറ്റി വെക്കണമെന്നാണ് പറയുന്നത്. കിഡ്നി മാറ്റി വെക്കണമെന്നുണ്ടെങ്കിൽ ഒരു 30 ലക്ഷം രൂപയാണ് അവർ ഇങ്ങനെ പറഞ്ഞിരിക്കുന്നത്. അതിനുള്ള ഒരു സാധ്യതയും നമ്മളിൽ കാണുന്നില്ല. ഭർത്താവും 13 വയസ്സുള്ള മകളും അടങ്ങുന്ന നിർധന കുടുംബമാണ് ഷീനയുടേത്. രോഗം മൂർച്ഛിച്ചതോടെ ദിവസവും ഡയാലിസിസ് നിർദ്ദേശിച്ചിരിക്കുകയാണ് ഡോക്ടർമാർ. ചികിത്സയ്ക്കായി സുമനസുകളുടെ സഹായം തേടുകയാണ് ഷീനയും കുടുംബവും. ജനം, ആലപ്പുഴ.